നമസ്കാരം പ്രിയ പ്രേക്ഷകർ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിൽ പലർക്കും അറിയുന്നതായിരിക്കാം. എങ്കിലും അതായത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ 3 വിധത്തിൽ നമുക്ക് ഷോർട്ട് വീഡിയോസിൽ തമ്പനയിൽ ചേർക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോസ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോസ് ഇപ്പോൾ ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉള്ളവർക്കൊക്കെ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഇതാണ് പഠിപ്പിച്ചു കൊടുക്കൽ. വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞാൽ പിന്നെ തമ്പനയിൽ എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലില്ലാത്ത ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ന്യൂ യൂട്യൂബർമാർ, പഴയ ആളുകൾക്ക് ഇത് അറിയാവുന്നതാണ്, എങ്കിലും പുതിയ ന്യൂ യൂട്യൂബേഴ്സ് ഒക്കെ യൂട്യൂബ് തുടങ്ങുന്ന ചാനൽ തുടങ്ങുന്നവരൊക്കെ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ ആൻസർ കൊടുത്ത് ഇത് നമ്മൾ പറഞ്ഞു കൊടുത്താലും പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവുമോ എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അത്തരക്കാർക്ക് പുതുതായി യൂട്യൂബിലേക്ക് വന്നവർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കും ഈ 3 വിധത്തിൽ എങ്ങനെയാണ് നമ്മൾ ഷോർട്ട് വീഡിയോസിൽ തമ്പനയിൽ ചേർക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ പറയുന്നത്. വളരെ വ്യക്തമായിട്ട് കേൾക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ലളിതമായിട്ട് ഈ 3 മെത്തേഡ് ഒന്ന് പറയാം. ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു തമ്പനയിൽ. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഒരു തമ്പനയിൽ ആഡ് ചെയ്യുക എന്നുള്ള മെത്തേഡ്. മൂന്നാമതൊരു എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നമുക്ക് യൂട്യൂബ് തരുന്ന ഒരു തമ്പനയിൽ. ഇത് 3ഉം എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ വളരെ വ്യക്തമായിട്ട് കാണുക, മനസ്സിലാക്കുക. വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതല്ല, ഒരു ഷോർട്ട് വീഡിയോസിൽ എങ്ങനെ തമ്പനയിൽ ചേർക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം എങ്ങനെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതും. ഡണ്ണടിച്ചാൽ ഇതുപോലെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു വരും. 3 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ ഇവിടെ 3 മിനിറ്റ് ചേർക്കാം. ആഡ് സോങ്സ് എന്നൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് ഇതിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു സോങ്സ് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുന്ന് ഏതെങ്കിലും ഒരു സോങ്സ്, ഞാനിവിടെ പണ്ടങ്ങ അടിച്ചു വെച്ച സോങ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. സോങ്സ് സെലക്ട് ചെയ്തു. മാണിക്കക്കല്ലായി എന്നുള്ളൊരു സോങ്സ് ഞാൻ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് അത് ആ പാട്ടൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, അത് കേട്ടു. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. ഇത് നിങ്ങളുടെ എൻ്റെ വോയിസ് കൂട്ടാനോ ഈ വോയിസ് കുറയ്ക്കാനുമാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓഡിയോസ് അങ്ങോട്ട് കുറച്ച് വെച്ച് ഈ ഓഡിയോസ് അങ്ങോട്ട് കൂട്ടി. ഓക്കെ, ഒരു ഓപ്ഷൻ പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ അടിച്ചു. ഓക്കെ, അപ്പോൾ ഇത്ര വരെയാണ് നിങ്ങൾക്കൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയാണ് തമ്പനയിൽ ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് മുന്നോടിയായിട്ട് ഞാൻ മറ്റൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് ക്യാപ്ഷൻ എഴുതാം, എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ എഴുതാം. അതായത് മലയാളത്തിലോ ഏതിലാവും മലയാളത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ നല്ലത് കേട്ടോ. കിടിലൻ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞ് എഴുതി എന്ന് കൊടുത്തു ഞാൻ. ഓക്കെ, ഇത് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്. കാരണം അത് നിങ്ങൾ YT സ്റ്റുഡിയോ പോയി ബാക്കിയെല്ലാം ശരിയാക്കണം. ഇവിടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ കൊടുക്കുക. ആലത്തുള്ള ഇതൊക്കെ എൻ്റെ ഒരു വീഡിയോസിൽ മറ്റൊരു വീഡിയോസിലും കിടക്കുന്നുണ്ട്. ഞാനങ്ങനെ എൻ്റെ ലൊക്കേഷൻ സെലക്ട് ഓഡിയൻസ് എടുക്കുക. നോ ഇറ്റ് ഈസ് മേഡ് ഫോർ കിഡ്സ് എന്നുള്ളത് കൊടുത്തു. ഇനി ഇവിടെ നിങ്ങൾക്ക് റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോസ് ഇത് സംഭവം കാണാം. റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇതാണ് പലർക്കും അറിയാത്തൊരു സംഭവം. ഇത് പലരും ഷോർട്ട് വീഡിയോസ് തന്നെ റിലേറ്റഡ് ആയി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ മെയിൻ വീഡിയോസൊക്കെ ബൂസ്റ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഷോർട്ട് വീഡിയോസും കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഞെക്കിയപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോസ് അങ്ങോട്ട് അതും സെലക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ഇതിൽ നെക്കിയാൽ നമുക്ക് മെയിൻ വീഡിയോസിൽ ഇതിൽ യൂട്യൂബിൽ ഇതറിയാതെ എന്നുള്ളത് ഇത് ഈ പ്ലേയിലൊന്ന് ജസ്റ്റ് നെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഉപയോഗിക്കുക. അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സ് ഇത് തന്നെ കൊടുക്കുക. പിന്നെ പെയ്ഡ് പ്രൊമോഷൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നോ എന്ന് കൊടുത്തു ഞാൻ. ഓക്കെ, അൾട്ടേഡ് കണ്ടൻറ് ആണോ എന്ന് കൊടുത്തു. നോ എന്ന് കൊടുത്തു ഞാൻ. കണ്ടില്ലേ? ഇനി ഇവിടെ കുറച്ച് ആളുകൾക്ക് മോണിറ്റൈസേഷനൊക്കെ ആയ ആളുകൾക്ക് എനിക്ക് ഇതിൽ ഞാൻ ഇതില്ല, പിന്നെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനുണ്ടാവും. ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ടാഗ് ചെയ്ത് വെക്കാം. ഓക്കെ, ഓൺ വോയിസ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ YT സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് തരുന്നത് എന്താണ്, തമ്പനയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യമായതുകൊണ്ട് അത് നിങ്ങൾ ആദ്യം പഠിക്കുക കേട്ടോ. ഇത് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു പേനയുടെ ചിഹ്നം കാണാം. ഈ പേനയുടെ ചിഹ്നത്തിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഒരു തമ്പനയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓൾറെഡി ഇതിലുള്ള എഴുത്താണ്. ഇവിടെ നിങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ
ഇഷ്ടപ്പെട്ട സ്ഥലം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓൾറെഡി എഴുത്തുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ ഓൾറെഡി ഉള്ള എഴുത്താണ് കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു തമ്പനയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും എഴുതിയിടാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളൊരു തമ്പനയിൽ നമുക്ക് കണ്ടില്ലേ, ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ തമ്പനയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനി ചെറുതാക്കണോ, ഇത് ഇങ്ങോട്ട് വലിച്ചാൽ ചെറുതാവും, കണ്ടില്ലേ. ഇനിയും ഇങ്ങനെ വെക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണോ, ഇത് വീഡിയോയിൽ ഞങ്ങൾക്ക് ഇവിടെ വെറൈറ്റി കളറുകൾ കിട്ടും. റെഡ് ആക്കാം, നീലയാക്കാം, പച്ചയാക്കാം, മഞ്ഞയാക്കാം, ബ്ലാക്ക് ആക്കാം. ഇനി ഇത് തന്നെ നിങ്ങൾക്ക് ഇത് മാറ്റണോ, അല്ല ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടുകൾ ഇങ്ങനെ മാറ്റാം, കാണിച്ചു തരാം. ഇത് ഫുൾ ബ്ലാക്കിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് ഫുൾ ബ്ലാക്കിൽ കിട്ടും, കണ്ടില്ലേ. ഇനി ഇത് തന്നെ വേറെ രൂപത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റണോ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ, കണ്ടില്ലേ. ഞാൻ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡൺ എന്നുള്ളത് ഞെക്കിയാൽ മതി, കണ്ടില്ലേ. ഇങ്ങനെയും കൊടുക്കാം. ഓക്കെ, ഇതാണ് ഒരു തമ്പനയിൽ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് നിങ്ങൾ ഓക്കെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തമ്പനയിൽ ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇത് കൂടാതെ ഓൾറെഡി നിങ്ങൾ ഇങ്ങനെ പുറകോട്ട് എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഒന്നും കൂടെ പുറകോട്ട് അടിച്ചു, ബാക്ക്. ഇനിയും ഇതൊക്കെ കുറേ എഴുത്തുകൾ ഉള്ളതാണ് കേട്ടോ. ഇതിലിങ്ങനെ നീക്കുമ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം സെലക്ട് ചെയ്യാം. ഇതിൽ ഒന്നും പെടാത്ത എൻ്റെ ഒരു ഫോട്ടോ ലാസ്റ്റ് വളരെ കുറച്ച് ഭാഗം ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് കണ്ട ഒരു ഫോട്ടോ ഇങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇതിൽ പെടാത്തൊരു എൻ്റെ ഒരു ഫോട്ടോ വെറുതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ഏറ്റവും രസകരം നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ വീഡിയോ ഇഷ്ടമായോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ നിങ്ങൾക്ക് എഴുതിയിടാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയില്ലാത്തത് കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ലെറ്റർ വെറും വൈറ്റിൽ മാത്രം കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഉദിച്ച് കാണാത്തത് കൊണ്ട് കളർ ചേഞ്ച് ഒക്കെ ഇടാം. വീഡിയോ ഇഷ്ടമായോ, ഇത് ഭയങ്കരമായിട്ട് വലിപ്പം കൂടിയപ്പോൾ ഒന്ന് ഒരൊറ്റ ലൈന് കൊടുക്കുക, കുറച്ചും കൂടെയൊക്കെ. ഓക്കെ, ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതും ഒരു ഭംഗി ഇല്ലാത്ത കണ്ട് വെറും ബ്ലാക്ക് കൊടുക്കാം നമുക്ക്. വൈറ്റ് ഷാഡോ ഉള്ള ബ്ലാക്ക് കൊടുക്കാം. ഏതും നിങ്ങൾക്ക് കൊടുക്കട്ടെ, ഇങ്ങനെ ഇഷ്ടം പോലെയുള്ള കളേഴ്സുകളൊക്കെ കൊടുക്കാം. ഉണ്ടല്ലേ, വീഡിയോ ഇഷ്ടമായോ എന്ന് പറഞ്ഞാൽ ഇത് കളേഴ്സ് കുറച്ച് കുറവാണ്. ഇങ്ങനെ ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെയും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 3 തമ്പനയിൽ ഞാൻ പറഞ്ഞു തന്നു. ഒന്ന് ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, എന്നിട്ട് അവിടെ എഴുതി കൊടുക്കാം. മറ്റൊന്ന് യൂട്യൂബ് തരുന്നതൊന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി അതും കൂടാതെ മറ്റൊന്നാണ് ഈ പറയുന്ന ഞാൻ എൻ്റെ ഫോട്ടോ തന്നെ ഈ വീഡിയോയുമായി ബന്ധമില്ലാത്തൊരു ഫോട്ടോ നമ്മൾ ഓൾറെഡി ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ ചേർക്കുകയും അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എഴുതിയിടുന്ന ഈ ഒരു മെത്തേഡും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ 3 മെത്തേഡുകൾ. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇങ്ങനെ 3 വിധത്തിലാണ് നമ്മൾ ഈ തമ്പനയിൽ സെറ്റ് ചെയ്യേണ്ടത്. പുതുക്കക്കാരുടെ പലരുടെയും തമ്പനയിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഒരു തമ്പനയിൽ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നിങ്ങളുടെ വീഡിയോസിൽ ഒന്നുമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് ഒരു ഫോട്ടോസ് ആഡ് ചെയ്തിട്ട് അതുകൂടെ ഇതിൽ ചേർത്തിട്ട് വെക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി പ്രേക്ഷകർ ഓടി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്തെങ്കിലും ഉള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. എന്തെങ്കിലും ഇല്ലെങ്കിൽ ഈ രണ്ടാമത്തെ മെത്തേഡ് നിങ്ങൾ ഇത് ചെയ്യുക. മൂന്നാമത്തെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.